ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിട്ടുള്ളത് വാൻചോ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വാനില ഫ്ലേവറിലും ചോക്ലേറ്റ് ഫ്ലേവറിലും വരുന്ന 2 സ്പഞ്ച് കേക്ക് വെച്ചാണ് ഈ കേക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. ഒരു ബാറ്റർ വെച്ചാണ് 2 കേക്കും തയ്യാറാക്കിയെടുക്കുന്നത്. അതുപോലെ ബേക്ക് ചെയ്യുന്നതും ഒരുമിച്ചാണ്. ആദ്യം വാനില കേക്കിന് വേണ്ടിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 1/2 കപ്പ് മൈദയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി അരിച്ചെടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ചോക്ലേറ്റ് കേക്കിന് വേണ്ടിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇതിൽ നിന്നും 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയ ശേഷം 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് നന്നായി അരിച്ചെടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. നല്ല ക്ലീനായ ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 4 മുട്ട, 1 ടീസ്പൂൺ വാനില എസൻസ് എന്നിവ ചേർത്ത് നന്നായി ബീറ്റ് ചെയ്യാം. ഒരു കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. പഞ്ചസാര കുറച്ചായി ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര എല്ലാം ഇതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത ശേഷം 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ഓയിൽ ചേർത്ത ശേഷം ലോ സ്പീഡിലാണ് ബീറ്റ് ചെയ്യേണ്ടത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ഈ ബാറ്റർ 2 ബൗളുകളിൽ ഈക്വലായി എടുക്കാം. ഒരു ബൗളിൽ വാനില കേക്കിന് വേണ്ടി അരിച്ചു മാറ്റി വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലോർ കുറച്ചായി ചേർത്താണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഫ്ലോർ മൊത്തമായും ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. മറ്റേ ബൗളിലേക്ക് ചോക്ലേറ്റ് കേക്കിന് വേണ്ടി അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലോർ മൊത്തമായും ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 ബാറ്ററും കേക്ക് ടിന്നുകളിലേക്ക് മാറ്റാം.
7 ഇഞ്ചിൻ്റെ 2 ടിന്നാണ് എടുത്തിട്ടുള്ളത്. ടിന്നിനടിയിൽ ഓയിൽ ബ്രഷ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാറ്റർ കേക്ക് ടിന്നുകളിലേക്ക് മാറ്റാം. നന്നായി ടാപ്പ് ചെയ്ത ശേഷം ബേക്ക് ചെയ്യാനായി വെക്കാം. 10 മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ച് 160 ഡിഗ്രിയിൽ 20 to 25 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കാം. 1/2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം നന്നായി ചൂടാക്കി ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. 1 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ചൂടാക്കി ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഓരോ കേക്കും 2 ലെയറായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഈ ക്രീമാണ് ചോക്ലേറ്റ് കേക്കിന് മുകളിൽ സ്പ്രെഡ് ചെയ്യുന്നത്. ഇനി ഐസിങ് ചെയ്യാം. ഒരു കേക്ക് ബേസ് എടുത്ത് അതിന് മുകളിൽ കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ചോക്ലേറ്റ് കേക്ക് വയ്ക്കാം. ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായി വെറ്റ് ചെയ്ത ശേഷം ക്രീം സ്പ്രെഡ് ചെയ്യാം. ചോക്ലേറ്റ് ക്രീമാണ് ഇതിൽ സ്പ്രെഡ് ചെയ്യുന്നത്. കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ചേർത്ത് സ്പ്രെഡ് ചെയ്യാം. കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. സെക്കൻഡ് ലെയറായി വാനില കേക്ക് വയ്ക്കാം. ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായി വെറ്റ് ചെയ്യാം. ക്രീം സ്പ്രെഡ് ചെയ്യാം. കുറച്ച് ഗനാഷ് ചേർത്ത് സ്പ്രെഡ് ചെയ്യാം. കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. തേർഡ് ലെയറായി ചോക്ലേറ്റ് കേക്ക് വയ്ക്കാം. ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായി വെറ്റ് ചെയ്ത ശേഷം ക്രീം സ്പ്രെഡ് ചെയ്യാം. ചോക്ലേറ്റ് ഗനാഷ് സ്പ്രെഡ് ചെയ്യാം. ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് ലെയറായി വാനില കേക്ക് വയ്ക്കാം. ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായി വെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കേക്കിനെ ക്രം കോട്ട് ചെയ്തെടുക്കാം. കേക്കിനെ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. 15 മിനിറ്റ് കഴിയുമ്പോൾ കേക്കിൻ്റെ മുകളിലും സൈഡിലുമൊക്കെ നന്നായി ക്രീം അപ്ലൈ ചെയ്യാം. ആദ്യം കേക്കിന് മുകളിൽ ക്രീം അപ്ലൈ ചെയ്ത് ലെവൽ ചെയ്ത ശേഷം കേക്കിൻ്റെ സൈഡിലും കൂടി ക്രീം അപ്ലൈ ചെയ്യാം. കേക്കിൻ്റെ സൈഡ് നന്നായി ലെവൽ ചെയ്ത ശേഷം ഇതുപോലുള്ളൊരു സ്ക്രേപ്പർ വെച്ച് ഒരു ഡിസൈൻ കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇനി കേക്കിൻ്റെ ടോപ്പ് നന്നായി ലെവൽ ചെയ്തെടുക്കാം. അതിനുശേഷം കേക്കിനെ 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചിട്ടെടുക്കാം. 2 ഗണാഷും പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ട്. നന്നായി തണുത്ത കേക്കിന് മുകളിലേക്ക് ഈ ഗണാഷ് ഒഴിച്ചു കൊടുക്കാം. ഗണാഷ് കട്ടിയായി പോവുകയാണെങ്കിൽ നല്ല ചൂട് വെള്ളത്തിന് മുകളിലേക്ക് വെച്ചാൽ ലൂസായി കിട്ടും. അതിനുശേഷം പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റി കേക്കിന് മുകളിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ചരിച്ചൊന്ന് തട്ടിക്കൊടുക്കുമ്പോൾ ഗണാഷ് സൈഡിലോട്ടൊക്കെ സ്പ്രെഡായി കിട്ടും. സൈഡിൽ ഇതുപോലെ ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് വെച്ച് വരച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു ഡിസൈൻ കിട്ടും. കുറച്ച് ഗോൾഡൻ ഷുഗർ ബോൾസും കൂടി വെക്കുന്നുണ്ട്. വാഞ്ചോ കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക.